മോളെ മാളു, ഈ വിളക്ക് പിടിച്ചിട്ട് ഐശ്വര്യമായി വലതുകാല് വെച്ച് വീട്ടിനകത്തേക്ക് കയറി. അമ്മ 2 വർഷമായിട്ട് ഇതിനു വേണ്ടി കാത്തിരിക്ക. അമ്മ ഈ വിളക്കൊക്കെ ഒന്ന് മാറ്റിക്കേ. ഈ പുകയെല്ലാം കൂടെ അടിച്ചാലേ എനിക്ക് അലർജിക്കാണ്. അല്ലെങ്കിൽ തന്നെ ഈ പഴയ പരിപാടിക്ക് ഒന്ന് നിർത്തിക്കൂടെ? മോളെ എന്താ ഇത്? 2 വർഷമായിട്ട് അമ്മ കാത്തിരിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട്. അതിന് ഈ വീട് വെച്ചിട്ട് 2 വർഷമായില്ലേ അച്ഛാ? അല്ലെങ്കിൽ തന്നെ ഈ വീട് വെച്ചതേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാട്ടുപ്രദേശത്ത് കൊണ്ടുവന്ന് ഇത്രയും പൈസയും കൊടുത്ത് വീടും വെച്ചിട്ട് ഒന്ന് മാറുമോ? ഇനി ഞങ്ങൾക്കൊന്ന് അകത്തേക്ക് പോവായിരുന്നു. കമോൺ ബേബി. മോളെ അമ്മക്കുട്ടി. ഗ്രാൻഡ്പാ, ഈ പേര് വേണ്ട, അമ്മുക്കുട്ടി. വെരി ചീപ്പ് നെയിം. മൈ നെയിം ഇസ് സാനിയ. മലയാള പേര് എനിക്ക് ഇഷ്ടമല്ല. എന്താ മോള് പറയുന്നത്? അവളെ സാനിയാന്ന് വിളിച്ചാൽ മതി എന്നാ പറയുന്നത്. ഗ്രാൻഡ്പാ, ഡു യു ഹാവ് AC in my room? അവളുടെ റൂമിലെ AC ഉണ്ടെന്നാ ചോദിക്കുന്നത്. അവൾക്ക് മലയാളം കുറച്ചേ പറയാൻ അറിയത്തുള്ളൂ. കേട്ടാ മനസ്സിലാവും. മോളെ എയർ കൂളർ അപ്പം വാങ്ങി വെച്ചിട്ടുണ്ട്. Air cooler? What a mess, Grandpa. You're so cheap. Mom, I can stay here. Get me a hot. I'm tired. Baby, look at me. Just 2 days, okay? Mommy promise you we'll go back soon. എനിക്ക് പറ്റില്ല. Everything here is so cheap. Grandpa doesn't even have a basic AC. How can we live in this cart? മോളെ എയർ കൂളർ നല്ല തണുത്ത വെള്ളം മതി അച്ഛാ, just stop it. 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് വരുന്നത്. ഒരു AC പോലും വാങ്ങിച്ചു വെക്കാൻ അച്ഛന് തോന്നിയില്ലല്ലേ? മോളെ വാ, നമുക്ക് അകത്ത് പോവാം. ഒന്ന് മാറോ? ഈ അച്ചപ്പവും ഉണ്ണിയപ്പവും ഒക്കെ അമ്മൂമ്മ മോക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഇത് ഫുള്ള് എണ്ണ കൂടുതലാ. I want my nuggets, Grandma. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. മോളെ അമ്മക്കുട്ടി, ഇതെല്ലാം അമ്മൂമ്മ നെയ്യിലുണ്ടാക്കിയതാ. മക്കളൊന്ന് കഴിച്ചു നോക്ക്. I said don't call me that name, Grandma. ഗ്രാൻഡ്പയ്ക്കും ബുദ്ധിയില്ലേ? My name is Sania. അവൾ പറഞ്ഞത് കേട്ടില്ലേ? എന്തിനാ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നേ? അവൾക്ക് ആവശ്യമുള്ള ഫുഡ് ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കൊടുത്തോളാം. ഈ നാടൻ ഫുഡൊന്നും അവൾക്ക് കൊടുത്ത് ശീലിപ്പിക്കണ്ട. എന്താ ചേട്ടാ ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ലടി, നമ്മൾ മോളെ പറ്റി ആലോചിച്ചത്. അവള് നമ്മൾ എന്തുമാത്രം സ്നേഹിച്ച് വളർത്തിയത്. എന്നിട്ട് എന്താ അവളിങ്ങനെ? അവള് നമ്മുടെ പഴയ മാളൂന്നല്ല ചേട്ടാ. ഞാൻ വിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ ചെന്നപ്പോ എന്നെ വിഷമിപ്പിച്ചത് കണ്ടില്ലേ? നമ്മുടെ പഴയ മാളുമായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും ചെയ്യൂ. ഒന്നുമില്ലെങ്കിലും തറവാട്ടിൽ താമസിക്കാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഈ വയസ്സാം കാലത്ത് പട്ടിണി കിടന്നിട്ടായാലും ഒരു വീടുണ്ടാക്കി കൊടുത്തില്ലേ? എന്നിട്ട് നമ്മളോടോ ആ വീടിനോടോ അവൾക്ക് എന്തെങ്കിലും സ്നേഹമുണ്ടോ? നമ്മൾ തോറ്റുപോയടോ. പണം കണ്ടപ്പോൾ അവൾ ഒരുപാട് അഹങ്കരിച്ചു പോയി. ആ കുഞ്ഞു പോലും അപ്പൂപ്പാൻ തന്നെ ഒന്നും വിളിക്കുന്നില്ല. എല്ലാം ദൈവം കാണുന്നു. അവൾ എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നൊരു ദിവസം വരും. മോളെ മാളു, വീടൊക്കെ എങ്ങനെയുണ്ട്? ഒരു കാട്ടി കൊണ്ടുവന്ന് വീടും വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? ഇങ്ങോട്ട് വിളിച്ചാലേ ഒരു ടാക്സി പോലും കിട്ടത്തില്ല. എങ്ങനെയാ ഒരു ടാക്സി പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്? വരുന്ന വഴിയിലാണെങ്കിൽ മുഴുവൻ കുണ്ടും കുഴിയും. ഇത് നടു ഒടിഞ്ഞു. ഇതിപ്പോ എത്ര നേരിട്ട് ഒരു മെയിൽ അയക്കുമെന്നറിയോ? റേഞ്ചും ഇല്ല, വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. മോളെ അപ്പൂപ്പന്മാർക്ക് TV വെച്ച് തരട്ടെ? Grandpa, your TV is so small. ഇതിലെങ്ങനെ നെറ്റ്ഫ്ലിക്സ് കാണുന്നത്? വൈഫൈ ഉണ്ടോ ഇതിൽ? അതൊന്നും ഇവിടെ ഇല്ല, പക്ഷെ നല്ല കാർട്ടൂൺ ഉണ്ട്. അത് വെച്ച് തരട്ടെ അപ്പൂപ്പൻ? Can't you understand, Grandpa? എനിക്ക് മലയാള കാർട്ടൂൺസ് ഒന്നും ഇഷ്ടമല്ല. മലയാള കാർട്ടൂൺസ് ബോറിംഗ് ആ. ആഹാ മാളു,
കണ്ടിട്ട് എത്ര കാലമായി. മാളു അവിടെ സുഖം തന്നെയല്ലേ? ഇതാണോ മോള്? മാളുവിനെ വാർത്തു വെച്ചിരിക്കുകയാണ് അല്ലേ? ദേ ശാരദാമ്മേ, ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. പിന്നെ ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ വന്ന് വിശേഷം ചോദിക്കുന്നൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി വേണം. Mom, who's this lady? Why is she staring at me? Tell her to leave. വലിയൊരു പത്രാസുകാരി വന്നിരിക്കുന്നു. ഇതിലും വലിയവളെയൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. തീരെ അങ്ങ് അഹങ്കരിക്കല്ലേ, ഇത് നാശത്തിലേക്കുള്ള പോക്കാ. എന്നാലും നിന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോടി. നീയേ പ്രൈവസി കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. ഞാൻ പോണു. Mummy, what did she say? I didn't understand. എന്താ മാളു ഇത്? നീ എന്തിനാ അയൽവക്കക്കാരെ കൂടി വെറുപ്പിക്കുന്നത്? നീ ഇല്ലാത്തപ്പോ ഞങ്ങൾക്ക് അവരല്ലേ ഒരു സഹായത്തിനും കൂട്ടിനും ഉള്ളത്. അവര് സ്നേഹം കൊണ്ടല്ലേ ഓരോന്ന് ചോദിക്കുന്നത്. അമ്മ, നാട്ടിൻ പുറത്തെ സ്നേഹമൊക്കെ എനിക്കറിയാം. എന്തെങ്കിലും കിട്ടുമെന്നും പറഞ്ഞുള്ള വരവാ. വെറുതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട്. ബേബി കമാൺ. മോളെ ഇവിടെ ഇരിക്കാടാ, എഴുന്നേറ്റ് വാ. നമുക്ക് ചെടിയൊക്കെ വെള്ളം ഒഴിക്കാം. Grandpa, don't disturb me. ഈ ചെടികളുടെ പേരും പൂക്കളുടെ പേരും ഒക്കെ പറഞ്ഞുതരാം. ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വന്നാൽ എന്നെ കൊതുകുകൾ കടിക്കും. ഗ്രാൻഡ്പ പോയി ചെടികൾക്ക് വെള്ളം ഒഴിക്കും. മോളെ എപ്പോഴും ഇത് വെച്ചോണ്ടിരുന്നാലേ കേൾവിക്ക് ദോഷമാ. ഗ്രാൻഡ്പ, leave me alone. മോള് മലയാളമൊക്കെ മറന്നോ? Grandpa, I only speak English. മലയാളം വേണ്ട. You're so boring. മമ്മി, മമ്മി. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പോണു. സ്റ്റേറ്റ്സിലായിരിക്കുമ്പോ ഇതൊന്നും ഓർത്ത് വറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെയല്ലോ ഇന്ത്യയില്. മാഡം ഇനി അതോർത്ത് ടെൻഷൻ ആവണ്ട. സാനിയുടെ A to Z കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നാളെ മുതൽ ജോയിൻ ചെയ്തോളൂ. ഓക്കെ മാം. ആരാ മോളെ ഇത്? This is my care assistant, grandma. ട്യൂഷൻ ടീച്ചറാണോ? അല്ലമ്മേ, ഞങ്ങള് ചൈൽഡ് അസിസ്റ്റന്റ് കെയർ ചെയ്യുന്ന. സാനിയമ്മോടെ ഡെയിലി ലൈഫ് റൊട്ടീൻ നോക്കുക, അവളുടെ ശുചിത്വം, ഫുഡ്, പിന്നെ അവളെ പഠിക്കാനും കളിക്കാനും ഒക്കെ അവളെ ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാ ഞങ്ങളുടെ ജോലി. അതിന് സാനിയ മോളെ നോക്കാൻ ഞങ്ങളുണ്ടല്ലോ. അവളെ പഠിപ്പിച്ചാൽ മാത്രം മതി. അതിനുള്ള പൈസ ഞങ്ങൾ തരാം. ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അമ്മയൊന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇവരിവിടെ കൊണ്ടുവന്നേ. ഓക്കെ മാം, ഞാൻ നാളെ വരാം. ഓക്കെ. ശരി മോളെ. എന്താ മാളു നീ പറയുന്നത്? അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് വല്ലതും ഇവള് കഴിക്കുന്നുണ്ടോ? ഞാനല്ലേ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇവക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് വയ്യ. നീ അവളുടെ അമ്മയല്ലേ മാളു? നിന്നെ ഞാൻ ഇതുപോലെ തന്നെയല്ലേ വളർത്തിക്കൊണ്ടുവന്നത്. അമ്മയെ പോലെ പൊട്ടക്കിണറ്റിലെ തവളയല്ല ഞാൻ. ഒരു കുട്ടിക്ക് വേണ്ടി എനിക്ക് എന്റെ ആഗ്രഹങ്ങളൊന്നും സ്പോയിൽ ചെയ്യാൻ പറ്റത്തില്ല. നിനക്ക് നോക്കാൻ വൈകി വേണ്ട. എനിക്കറിയാം എന്റെ കൊച്ചുമോളെ നോക്കാൻ. എന്റെ കൊച്ചിനെ എങ്ങനെ നോക്കണം, ആര് നോക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അമ്മ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. എന്തായാലും നെക്സ്റ്റ് വീക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വരുന്നത് വരെ സഹിച്ചാൽ മതിയല്ലോ ഇതൊക്കെ. മമ്മി, what was grandma saying? Grandma എന്നെ നോക്കണമെന്നാണോ പറഞ്ഞത്? Does she loves me so much? She said she wants to spoil you too. ഹലോ ശ്യാം, എന്താ ഇത്രയും നേരമായിട്ട് വിളിക്കാത്തതെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. ആ, എന്നത്തേക്ക് നമ്മുടെ ടിക്കറ്റ് റെഡിയായി? എനിക്ക് മോക്കുവേ ഇവിടുത്തെ ക്ലൈമറ്റ് ഒട്ടും പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് അങ്ങ് വന്നാ മതിയെന്നായി. എല്ലാം പോയി മാളു.
കമ്പനിയിൽ വലിയൊരു ലേ ഓഫ് കടന്നു. എൻ്റെ ജോലി പോയി. നീ ടെൻഷൻ ആവണ്ട ശ്യാം, നമുക്ക് കുറച്ചെങ്കിലും സേവിങ്സ് ഇല്ലേ, നമുക്ക് തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നീ എന്താ ഈ പറയുന്ന മാളു? നമ്മൾ ഇവിടുത്തെ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാനുള്ള സോഴ്സ് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ സേവിങ്സും ഫ്ലാറ്റും കാറും ഒക്കെ ജപ്തി ചെയ്യും. എന്തോ ശ്യാമി പറയുന്നേ? നമ്മളിനി എന്ത് ചെയ്യും? എനിക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല മാളു. ഈ നാട്ടിൽ ഇനി നമുക്ക് ഒന്നുമില്ല. ആർഭാടത്തിന് വേണ്ടി എല്ലാം നശിപ്പിച്ചു. ശ്യാം, ശ്യാം നമ്മളിനി എന്ത് ചെയ്യുമെന്ന് പറ. അച്ഛൻ നാട്ടിൽ പണിഞ്ഞ ആ വീട് മാത്രമേ നമുക്കിനി ബാക്കിയുള്ളൂ. അവിടെ കഴിയല്ലാതെ വേറെ വഴിയില്ല. നീ എന്തായാലും മോളെ അടുത്തുള്ള ഒരു സ്കൂളിൽ ചേർക്കാൻ നോക്കും. ഞാൻ എത്രയും പെട്ടെന്ന് വരാൻ നോക്കാം. ശ്യാം അത് ഹലോ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഒരുപാട് അഹങ്കരിച്ചു പോയി അമ്മ. അമ്മ നീട്ടിയ വിളക്ക് ഞാൻ തട്ടി മാറ്റിയില്ലേ. ഈ വീടിനെ ഞാൻ പുച്ഛിച്ച് സംസാരിച്ചിട്ടില്ലേ. ഇന്ന് എനിക്ക് തല ചായ്ക്കാൻ ഈ വീട് മാത്രമേ ഉള്ളൂ. ഞാൻ വന്ന വഴിയെല്ലാം മറന്നുപോയി അച്ഛ. എന്റെ ദൈവമേ, ഈ കൊച്ചിന് എന്ത് പറ്റി? മോൾ എന്തിനാ മോളെ ഇങ്ങനെ കരയുന്നേ? മോൾ എന്തിനാ ഇങ്ങനെ കരയുന്നേ? ശ്യാമിന്റെ ജോലി പോയമ്മ. ഞങ്ങളുടെ പൈസ എല്ലാം പോയി. സ്വന്തം നാട്ടിൽ കിട്ടുന്ന സുരക്ഷ വേറെ എവിടെയും കിട്ടില്ല. അതിപ്പോ മനസ്സിലായി. മോള് വിഷമിക്കല്ലേ, ഈ വീട് മോൾക്കുള്ളതല്ലേ. എവിടെ പോയിരുന്നാലും നിങ്ങൾ വരുമ്പോ തങ്ങാൻ ഒരു ഇടമെന്ന് കരുതിയല്ലേ അച്ഛൻ ഈ വീട് ഇത്ര ഭംഗിയായി നോക്കുന്നത്. അതെ മോളെ, ഏതവസ്ഥയിലും എൻ്റെ മക്കൾക്ക് കയറി വരാൻ അച്ഛൻ തയ്യാറാക്കിയ തണലാണ് ഈ വീട്. ഈ വീട് മോൾക്കുള്ളതാണ്. നമുക്കിവിടെ സന്തോഷത്തോടെ ജീവിക്കാം എല്ലാവർക്കും. ഗ്രാൻഡ്പാ, ഇത് കണ്ടോ? മോളിതൊക്കെ ഇത്ര പെട്ടെന്ന് പഠിച്ചോ? മേടിക്ക്. ഇതെന്തായി എഴുതിയിരിക്കുന്നേ? അപ്പൂപ്പൻ. ആഹാ, കണ്ടോടി, എന്റെ കൊച്ചുമോള് എഴുതിയിരിക്കുന്നത് കണ്ടോ? എന്നാലേ എന്റെ പൊന്ന് അമ്മൂമ്മേന്നും കൂടെ ഒന്ന് എഴുതും. അമ്മൂമ്മ എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരുവാണെങ്കിൽ ഞാൻ എഴുതി തരാം. അമ്പടി കള്ളി, ഞാൻ ഉണ്ടാക്കി തരാം എന്റെ പൊന്നിന്.